എന്താണ് പിണറായി വിജയൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഴിമതിയില്ലാത്ത ഒരു സർക്കാരിനെ കഴിഞ്ഞ 8.5 വർഷമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ അവർക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരെണ്ണം പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 8.5 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൻ്റെ ഇടയിൽ ഏത് സമയത്താണ് ഈ പറഞ്ഞ ഒരു അഴിമതി ആരോപണം കാര്യമായിട്ട് പറഞ്ഞ കോൺഗ്രസിനോ അല്ലെങ്കിൽ പറയുന്ന പ്രതിപക്ഷത്തിനോ ഉന്നയിക്കാൻ പറ്റിയത്? ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോയി. അവസാനം ബ്രൂവറിയിലടക്കം പിന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ മന്ത്രിമാർ കണ്ടതിനേക്കാളും കൂടുതൽ കണ്ട കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടതാണ് കർണാടകയിലെ സ്പിരിറ്റ് ലോബികളെ തിരിച്ചടിക്കുന്നത്. അവിടെ ഇട്ടിട്ട് പോകുന്നു. സെക്കൻഡിൽ നിന്ന് വഴിയിൽ നിന്ന് പിന്നോട്ട് അടിച്ചു. ഒരക്ഷരം മിണ്ടുന്നില്ല. ബ്രൂവറിയായി ബന്ധപ്പെട്ടിട്ട് ഒരക്ഷരം മിണ്ടില്ല. ബ്രൂവറി കമ്പനി എന്ത് വിചാരിച്ചു? ഇനി കേരളത്തിൽ വേണ്ട, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പറയുമ്പോഴത്തേക്കും ഉള്ളതും കൂടി ഇല്ലാതായി. കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കിഫ്ബി വന്നതിന് ശേഷം എന്താ പറയുക, ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി എന്ന് പറയുന്നത്. അത്രയും നല്ല ഒരു സംവിധാനം ഒരു സ്ഥലത്തും പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അനിവാര്യ ബഡ്ജറ്റിൽ നിന്നും പുറത്ത് നിർത്തിക്കൊണ്ട്, ബഡ്ജറ്റിന്റെ അലോക്കേഷൻ അല്ലാതെ പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അതിൽ നിന്ന് പണം കണ്ടെത്തി കേരളത്തിലെ അടിസ്ഥാന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ വേണ്ടി കേരളത്തിൽ കഴിഞ്ഞു. എങ്ങനെയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് നടക്കുന്നത്? കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ എല്ലാ പിന്നെ സ്കൂളുകളിലും പുതിയ ബിൽഡിങ്ങുകൾ വന്നു, എല്ലാ ഹോസ്പിറ്റലുകളിലും പുതിയ ബിൽഡിങ്ങുകൾ വന്നു, മലയോര പിന്നെ എത്ര മലയോര പാതകൾ വന്നു, ഉൾനാടൻ ഗതാഗത എത്ര ശൈലിയിൽ വ്യത്യാസം വന്നു. ഇതെല്ലാം എങ്ങനെ വന്നാണ്? കിഫ്ബിയിൽ നിന്ന് വന്നാണ്. അതിൽ നിന്നുള്ള ഫണ്ട് അലോക്കേഷൻ കൊണ്ടാണ് ഇതൊക്കെ വന്നത്. കാരണം 67,000 കോടി രൂപയുടെ പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ അടിസ്ഥാന വികസനത്തിന് വേണ്ടി വരുത്താൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു. 20,000 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുപ്പ് നടത്തി. എന്തിനാ 20,000 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നത്? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയിൽ പണിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് 6,300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് നടത്താൻ പറ്റി എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി വിജയൻ സർക്കാരിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ എറണാകുളത്ത് മെട്രോ കൊണ്ടുവന്നു. വലിയ പ്രൊജക്റ്റാണ്, അംഗീകരിക്കാവുന്ന പ്രൊജക്റ്റാണ്, പക്ഷേ സിംഗിൾ പ്രൊജക്റ്റാണ്. കണ്ണൂരിൽ വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ലാൻഡിംഗ് വരെയുള്ള സംവിധാനം, ഫസ്റ്റ് ഫ്ലൈറ്റ് ഉയരുന്നത് വരെയുള്ള സംവിധാനം ചെയ്തു. അതൊരു ഇനീഷ്യേറ്റീവാണ്, സിംഗിൾ പ്രൊജക്റ്റാണ്. ഈ പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ തറക്കല്ലിട്ട് തുടങ്ങി വെച്ചു, അതൊരു സിംഗിൾ പ്രൊജക്റ്റാണ്. അല്ലാതെ എന്ത് പ്രൊജക്റ്റുകളാണ് അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രൊജക്റ്റുകളാണ് കൊണ്ടുവന്നത്? എന്നിട്ട് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 17,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാന സംവിധാനത്തിൽ നടത്തിയിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ മെട്രോയും ഈ പറയുന്ന വിമാനത്താവളവും ഈ പറഞ്ഞ വിഴിഞ്ഞോ അടക്കമുള്ള പ്രൊജക്റ്റുകൾ വന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നടക്കുന്നതിനാണ് 67,000 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തുള്ള കിഫ്ബി പദ്ധതികൾ മാത്രമാണ് നടക്കുന്നത്. അതുകൂടാതെ ബഡ്ജറ്റ് അലോക്കേഷൻ വേറെ നടക്കുന്നുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള മാറ്റം സംസ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രളയത്തിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത്, ഈ സമയങ്ങളിലെല്ലാം കേരളത്തെ പിടിച്ചു നിർത്തിയത് ഈ കിഫ്ബി എന്ന് പറയുന്ന ഒറ്റ സംവിധാനമാണ്. കാരണം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഫണ്ട് അലോക്കേഷൻ കേന്ദ്രം ഫണ്ട് കൊടുക്കാതെ, ഇത് കേന്ദ്രം ഭരിക്കുന്ന BJP ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്, ഫണ്ട് കൊടുക്കാതെ കഷ്ടപ്പെട്ടപ്പോഴും കേരളത്തിന് അത് കാര്യമായി ബാധിച്ചിട്ടില്ല. GST വരുമാനം ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറച്ചപ്പോഴും കേരളത്തിനെ ബാധിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? വായ്പാ പരിധി വെട്ടിക്കുറച്ചപ്പോഴും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം ഇതിനെല്ലാം പിടിച്ചു നിർത്താൻ വേറൊരു സംവിധാനം നമ്മുടെ അടുത്ത് റിസർവ് ബാങ്ക് പോലെ ഒരു മിനി ബാങ്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ആധികാരികമായുള്ള ക്രെഡിറ്റ് കിട്ടേണ്ട ആളാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കേരളത്തിലെ ഒരു മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എതിർത്തപ്പോൾ നമ്മൾ രണ്ടർത്ഥത്തിൽ അതിനെ കാണണം. ഒരർത്ഥത്തിൽ പറയാം, പിണറായി വിജയൻ എല്ലാവർക്കും പേടിയാണ്, അതുകൊണ്ട് ആരും ഒരു അക്ഷരം മിണ്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ കീഴിലുള്ള വകുപ്പുകളെ എത്ര വൃത്തിയായി കൈകാര്യം ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർ പറയാത്തത്, ഘടകകക്ഷികൾ പറയാത്തത്? കാരണം ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ കണ്ട് പഞ്ചമുച്ച മടക്കി നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കഴിവുകൾ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം ആ മന്ത്രിസഭയിലെ എല്ലാവർക്കും ഉണ്ട്, ആ പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. തെറ്റ് പറയുമ്പോൾ മാത്രം ചൂണ്ടിക്കാണിച്ച പോലെ. ഇപ്പൊ എന്താണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ ബ്രാഞ്ച് തലം തുടങ്ങിയിട്ട് ജില്ലാ തലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ജില്ലാ സമ്മേളനം കടക്കാൻ പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം പൂർത്തീകരിച്ച ഒരു സമയത്തോടു കൂടിയിട്ടാണ് ഇനി എന്ത് വരുന്നത്? ഇലക്ഷൻ വരുന്നത്. നിയമസഭ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്തേക്ക് സർവ്വസജ്ജമായ പാർട്ടിക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെ മറികടക്കാൻ എന്ത് കോൺഗ്രസിന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് കോൺഗ്രസിന് ഇപ്പോഴും അറിയില്ല. കാരണം നമുക്കറിയാലോ, ഒരു ഒറ്റ വാക്കിൽ തീരുന്ന ഒരു സംസ്ഥാന സമ്മേളനം, ഒരു ടേമും കൂടെ പിണറായി വിജയൻ ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ തീരും, അത് രണ്ടാമതൊരാൾ വരും. പിണറായി വിജയൻ മാറുകയാണെങ്കിൽ പിണറായി വിജയന്റെ അടക്കം അനുമതിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ CPM-നെ അടുത്ത പക്ഷം കേരളത്തിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒരാൾ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ VD സതീശനാണോ, K സുധാകരനാണോ, KC വേണുഗോപാലാണോ, ഇനിയിപ്പോൾ എന്താ ലീഗിന്റെ മുഖ്യമന്ത്രിന്റെ കാര്യം വരെ ചർച്ച ചെയ്യാണ് കേരളത്തിൽ. ആ രീതിയിലേക്ക് വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന്റെ കാര്യത്തിൽ തോന്നുന്നു. VD സതീശൻ മലയോര ജാഥ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് സുധാകരന്റെ നേതൃത്വത്തിൽ കടലോര ജാഥ ഇപ്പുറത്ത് അങ്ങോട്ട്
കൊണ്ടുപോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല അതേ സമയത്ത് ബ്രൂവറിക്ക് വേണ്ടിയിട്ട് സ്ഥലം ഇത് ഇവിടെ മലയോര ജാഥ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ബ്രൂവറിയുടെ സ്ഥലത്തെത്തുന്നു. അപ്പം എവിടെയാണ് ഇവർക്ക് ഒരു അസ്തിത്വം? ആരാണ് ഇവരെ നയിക്കുന്നത്? ഏത് രീതിയിൽ ഏത് പ്രത്യയശാസ്ത്രം? നമ്മളിപ്പോൾ ഇടതുപക്ഷത്തെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് വെള്ളം ചേർത്തു എന്നൊക്കെയുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ പാർട്ടിക്ക് ചെയ്യാൻ മാറ്റം വരുത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമായി തീരുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? 10, 25, 50 ഏക്കറിൽ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി വരികയും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തക്കതായ പ്ലാനും പരിപാടിയും വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെയുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റാൻ പറ്റും. ചെറിയ കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും പറയുമല്ലോ, തമിഴ്നാട്ടിൽ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ കളിയാണ്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന ഇൻകവും അവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരുടെ കാര്യം ആലോചിക്കുന്നത് എത്ര തമിഴ്നാട്ടിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ള ആലോചിച്ചാൽ മതി. വളരെ കുറവാണ്. വരളിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് എത്ര പേർ തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് എത്രയും നിന്ന് കർണാടകയിൽ പോയി? കേരളത്തിന്റെ 30% വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോയി പഠിക്കുക. അതെവിടുന്നാണ്? കർണാടക തമിഴ്നാട്ടിലാണ്, തൊട്ടടുത്ത സംസ്ഥാനത്ത്. എന്തുകൊണ്ടാണ് അത്രയും അധികം വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിലില്ല എന്നുള്ളതല്ല, അതിന് ഫെസിലിറ്റി ഇല്ല എന്നുള്ള. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്താണ്? അതിനോടനുബന്ധിച്ച് ഹോസ്റ്റൽ സംവിധാനം, അതിനനുബന്ധിച്ചിട്ടുള്ള അക്കാദമിക് ബ്ലോക്കുകൾ, അതിനെ സംബന്ധിച്ചിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വരികയാണ്. വലിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ പിണറായി വിജയന് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ്? അടുത്ത PWD. കേരളത്തിൽ ഇത്രയും അധികം PWD ഡെവലപ്മെന്റ് വന്ന ഒരു സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ? അത്രയും അധികമാണ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയിൽ അധികം വരുന്ന ഒരു ഡെവലപ്മെന്റ് ഒരു സ്റ്റേറ്റ് കൊണ്ടു. കേന്ദ്രത്തിൻ്റെയോ കേരളത്തിൻ്റെ ആവട്ടെ, 1 ലക്ഷം ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ 1 ലക്ഷം കോടി രൂപയുടെ അധികമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ ടൂറിസത്തിൽ അടുത്ത കാലത്ത് ഉണ്ടാകുന്നതിനേക്കാളും കൂടി എത്ര ടൂറിസം പ്രൊജക്റ്റുകളാണ്? ഞാൻ 1-2 പ്രൊജക്റ്റല്ല, കണ്ണൂർ തുടങ്ങി നിങ്ങൾ ടൂറിസം പ്രൊജക്റ്റുകൾ നോക്കിക്കോളൂ. എത്ര ടൂറിസം പ്രൊജക്റ്റുകളാണ് ഈ പറയുന്ന ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ അടുത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ട്? ഏത് രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്നതിനെതിരെ ഒരാരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ? UDF-ന് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇതിനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് തന്നെ 3 അഭിപ്രായങ്ങളാണ് ആ പാർട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, 60% വരുന്ന CPM-ന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിനെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് പോലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം തീരുമാനമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം വലിയ രീതിയിലുള്ള മാറ്റം ഈ പറഞ്ഞ കോൺഗ്രസിന് വന്നാൽ മാത്രമേ ഒരു 3ാം ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി, 3ാം ടേം ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുള്ളൂ, UDF-ന് കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു മാറ്റം UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റിയുള്ള ഒരു ബോംബും ഇപ്പോൾ ആരുടെയും കയ്യിലില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഇനി BJP വിചാരിക്കണം. BJP ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിലെ BJP നാളെ അധികാരത്തിൽ വരും എന്നുള്ളത് കേന്ദ്രത്തിനും കേരളത്തിലെ നേതാക്കന്മാർക്ക് പോലും വലിയൊരു 1-2 സീറ്റ് കിട്ടിക്കൂടാ. മാക്സിമം 5 സീറ്റ് കിട്ടിക്കോ. 5 സീറ്റോ 10 സീറ്റോ വന്നാൽ പോലും ഈ പറഞ്ഞ ഭരണത്തെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഒരു മാറ്റവും കേരളത്തിൽ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ട് പോലും ഇനി കേന്ദ്രത്തിന് ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.